കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗർഭിണിക്ക് മതിയായ ചികിത്സ ലഭിക്കാത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പേരാമ്പ്ര സ്വദേശിയായ അനുശ്രീക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ ബഹുജന സത്യാഗ്രഹം സംഘടിപ്പിച്ചു. പേരാമ്പ്ര ചെറുവണ്ണൂർ സ്വദേശിയായ അനുശ്രീക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിനാൽ കുഞ്ഞിന്റെ വളർച്ച നഷ്ടപ്പെടുകയും ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരികയും ചെയ്ത സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഡോക്ടറുടെ ഭാഗത്ത് വലിയ അശ്രദ്ധ ഉണ്ടായെന്നും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവുന്നില്ലെന്നും നിരവധി ആളുകൾക്ക് ചികിത്സാ പിഴവ് കാരണം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതായും അനുശ്രീ പറഞ്ഞു. എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയ ഡോക്ടർമാരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇവിടെ ഇങ്ങനെ ഒരാൾക്ക് വരരുത്. ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെല്ലാവരും അറിഞ്ഞു, പക്ഷെ ഇവിടെ അറിയാത്ത നിരവധി കേസുകൾ നടക്കുന്നുണ്ട്. കംപ്ലൈന്റിന് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളിവിടെ എല്ലാ മാസം ഇവിടെ അഡ്മിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യം നമ്മൾ അറിയുന്നുണ്ട്. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരരുത്. പരാതിപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവർ അവഗണിക്കുകയായിരുന്നുവെന്ന് ഭർത്താവ് ഷിബിൽ പറഞ്ഞു. ഇപ്പോൾ സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും എല്ലാ രീതിയിലും അതിനെല്ലാമുള്ള രീതിയിലുള്ള ഒരു പരിഹാരം നമുക്ക് എന്തായാലും ഇതിലൂടെ വേണം. പോയിട്ടില്ല. ആ സമയത്താണ് ഞങ്ങളൊരു പ്രതീക്ഷയായ ഒരു കുഞ്ഞൻ, ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നും 12ാമത്തെ ഒരു വയസ്സായി, 18 ഇന്നും വായിലൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ല. പിന്നെ കുട്ടി കമന്ന് കിടക്കാനോ ചിരിക്കാനോ ഇങ്ങനെയുള്ള ഒന്നുമില്ല. പരാതിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. സാമ്പത്തികമായിട്ടൊക്കെ വളരെയേറെ ദുരിതം അനുഭവിക്കുകയാണ്. അവരുടെ കെട്ടുതാലി പോലും പണയം വെച്ച്, അതോടൊപ്പം തന്നെ പറമ്പ് പോലും ബാങ്കിൽ പണയം വെച്ചിട്ടൊക്കെയാണ് ഇവരിപ്പോൾ ഇതിൻ്റെ ചികിത്സാ ചെലവ്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ മതിയായ നഷ്ടപരിഹാരം ഉണ്ടാകണം. ആ നഷ്ടപരിഹാരം ഉണ്ടാകാത്ത ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രദേശത്ത് ഈ വന്നതിനേക്കാൾ ഇരട്ടിയായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരം നടത്തി മുന്നോട്ട് പോകും. അനുശ്രീക്കും കുടുംബത്തിനും മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ബഹുജന സത്യാഗ്രഹത്തിൽ ആവശ്യമുയർന്നു. നിരവധി പേരാണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. ജനം, കോഴിക്കോട്.